Dear students, welcome to English class. Today we enjoy a poem titled Rise by the great Malayalam literary person Chemmanam Chakko, translated by Professor Ayyappa Panikar. Let us start. I try to introduce you certain words related with this poem. ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങൾ from which we can write appreciation, we can enjoy the poem really. First, heritage, hereditary or fraternity, പൈതൃകം. ഈ കവിത പൈതൃകത്തിനെ പറ്റി പറയുന്നു. What we lose, the old good things of our past. നമ്മുടെ മുൻകാല ജീവിതത്തിലെ പൂർവികന്മാർ നമുക്ക് സംഭരിച്ച് വച്ച പലതും നമുക്ക് നഷ്ടമാകുന്നു. Hence it is nostalgic. Second, nostalgia. Why? Thoughts, sweet thoughts, but sad thoughts. Why? Because that sweetness is lost. നാം കുട്ടികളായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന മധുരതരമായ അവസ്ഥ അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ പിന്നീട് മുതിർന്നാൽ അതിനെപ്പറ്റി നാം ഓർക്കുന്നു. We say how nice it was, how fantastic it was. That is nostalgia, ഗൃഹാതുരത്വം. Then natural tastes. All of us have our own interests in various things. നമുക്ക് നമ്മുടേതായ താല്പര്യമുണ്ട്. ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പഠനത്തിൽ, അതേപോലെ കളിയിൽ, ഹോബിയിൽ, എല്ലാറ്റിലും. ആൻഡ് ദ ടേസ്റ്റ് ടുവേർഡ്സ് നേച്ചർ, പ്രകൃതിയോടുള്ള അഭിരുചി, അത് വളരെ പ്രധാനമാണ്. ദാറ്റ് ഈസ് ഓൾസോ ലോസസ്. ദെൻ ആൾ ദീസ് തിങ്സ്, ഇതൊക്കെ ചേർത്തിട്ട് ചെമ്മനം ചാക്കോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ മലയാളത്തിൽ എഴുതിയ ഈ കവിത അത് അയ്യപ്പ പണിക്കർ ഇംഗ്ലീഷിലേക്ക് പരാവർത്തനം ചെയ്തു. അതാണ് റൈസ്. ലെറ്റ് us start. Rise. Come home at the end of 4 years of research in North India. So a young man, maybe of 25 years old, ഏകദേശം 25 വയസ്സ് ഉണ്ടായേക്കാവുന്ന ഒരു യുവാവ്, he went to North India for his higher studies, for research work, especially for PhD. ഉന്നത പഠനത്തിനായിട്ട് വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഗവേഷണം നടത്തി തിരിച്ചു വരുന്ന ഒരു 25 വയസ്സുകാരൻ. He says, I come home at the end of 4 years of research in North India, having earned a doctoral degree. Yes, he attained, he acquired a doctorate, a doctoral degree, doctorate. അദ്ദേഹം ഗവേഷണം നടത്തി അതിൽ വിജയിച്ച് ഡോക്ടറേറ്റ് നേടി വരികയാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന്. ഹിസ് നേറ്റീവ് പ്ലേസ് ഈസ് കേരള, ദ മിഡിൽ കേരള, മധ്യ തിരുവിതാംകൂർ ഭാഗം. അവിടുത്തെ കൃഷിയെക്കുറിച്ച്, അവിടുത്തെ പുഞ്ചപ്പാടത്തെക്കുറിച്ച്, ആ പുഞ്ചപ്പാടം വിളയിച്ചെടുക്കുന്ന അരിയെക്കുറിച്ചാണ്, അത്തിക്കര റൈസിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. യെസ്, ദെൻ ungenerous praise for my work on making toys with husk. And what was his subject or topic of research? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം? ഹസ്ക്, ഉമി. ഫ്രം ഹസ്ക് മേക്ക് ടോയ്സ്.
നെല്ലിൻ്റെ ഉമിയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക. And he took doctorate from it. Yes, of course. He is a gentleman of youngster of Kerala. അദ്ദേഹം കേരളത്തിലെ ഒരു യുവാവാണ്. Of course, he can think about it and he can make use of the waste of paddy. നെല്ലിൽ നിന്നുണ്ടാകുന്ന ആ പാഴ്വസ്തു ഉമി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് അദ്ദേഹത്തിന് ആധുനിക ജീവിത രീതി വെച്ച് ചിന്തിക്കാം, പഠിക്കാം. അങ്ങനെ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് മാത്രമല്ല ഹി ഗോട്ട് അപ്രൈസൽ ഓഫ് ഇറ്റ്. എല്ലാവരും പ്രശംസിച്ചു, അംഗീകരിച്ചു, റിക്കഗ്നൈസ്ഡ്, അംഗീകാരവും കിട്ടി. ആൻഡ് വിത്ത് പ്ലഷർ ഹി റിട്ടേൺസ് ടു കേരള. വളരെ സന്തോഷത്തോടു കൂടിയാണ് മൂപ്പര് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ആൻഡ് ജനറസ് പ്രൈസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഹസ്ക് എന്ന് പറഞ്ഞാൽ മലയാളം ടേം ഉമി എന്നാണ്. ദ കവറിംഗ് ഓഫ് ദാറ്റ് പേടി. ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. ആൻഡ് വാട്ട് വാസ് ദ ഫുഡ് ദർ? He was doing his research work, but that was in North India, വടക്കേ ഇന്ത്യയിലാണ്. So he got only chapatis to eat day by day. ഗവേഷണം നടത്തുന്നത് നെല്ലിൻ്റെ ഉമിയെക്കുറിച്ചാണെങ്കിൽ അരിയെക്കുറിച്ചൊക്കെ ആണെങ്കിലും ശരി, കഴിക്കുന്നത് ചപ്പാത്തിയാണ്. ബിക്കോസ് he was practicing it or researching it or living at North India. ആ ചപ്പാത്തിയുടെ ബോറിൽ നിന്ന്, വിരസതയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഐ ആം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. യെസ്, natural taste, bored by chapatis, artificial or daily repeated. But suppose rice we take, if it is repeated daily, we want it again and again. നാം കഴിക്കുന്നത് നെല്ലരിച്ചോറാണ്, കുത്തിരിച്ചോറാണ് എങ്കിൽ നാം അത് നിത്യവും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നോ ബോറിംഗ് ഇല്ല. പക്ഷേ ഇവിടെ ഹിയർ ഹി ഗോട്ട് ഓൺലി ചപ്പാത്തീസ് ദാറ്റ് മെയ്ഡ് ഹിം ബോറിംഗ് ആൻഡ് ഹി ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ്. ഹി ഈസ് കമ്മിങ് ടു കേരള ടു എൻജോയ് ദ ടേസ്റ്റ് ഓഫ് അത്തിക്കര റൈസ്. മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രത്യേകതരം നെല്ലിനം, നമ്മൾ പറയുന്ന പുഞ്ചപ്പാടത്ത് വിളയുന്ന ആ പ്രത്യേകിച്ചും തുലാവർഷകാലത്ത് വിളയുന്ന അതിരസകരമായ ഒരു ഇനം നെല്ല്. അതിൻ്റെ ചോറുണ്ണാനുള്ള കൊതിയോടുകൂടി അദ്ദേഹം വണ്ടിയിൽ ഇങ്ങനെ വരികയാണ് ടു കേരള. സെക്കൻഡ് സ്റ്റാൻസ. ഇറ്റ് വിൽ ബി ദി പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദർ. ഞാൻ അവിടെ എത്തുമ്പോൾ, തീർച്ചയായിട്ടും കേരളത്തിലെത്തുമ്പോൾ നടീൽ കാലമായിരിക്കും, ഞാറ് നടുന്ന കാലമായിരിക്കും, പ്ലാന്റിംഗ് സീസൺ. മേ ബി ദിസ് ചിങ്ങം ഓർ കന്നി ഓർ തുലാം സച്ച് ടൈം. ഇങ്ങനത്തെ സമയമായിരിക്കും. നോക്കൂ, ആൻഡ് മൈ ഫാദർ ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്. എൻ്റെ അച്ഛൻ ഒരു കർഷകനാണ്. ഒരു മുണ്ടുടുത്തുകൊണ്ട്, ചളി പുരണ്ട ഒറ്റമുണ്ടുടുത്തുകൊണ്ട് പാടത്തുണ്ടാകും ഇപ്പോഴും ഈ സമയത്തും. ആൻഡ് ദിസ് യങ്സ്റ്റർ ഈസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ടു കേരള. ആൻഡ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ ഹി ഡ്രീംസ്. അദ്ദേഹം സ്വപ്നം കാണാണ്. വെൻ ഐ വിൽ റീച്ച് ദർ, എപ്പോഴാണ് ഞാൻ കേരളത്തിലെത്തുക? ഇറ്റ് ഈസ് ദി പ്ലാന്റിംഗ് സീസൺ. അവിടെ ഞാറ് നടുന്ന കാലമാണ്, കൊയ്ത്ത് കാലമാണ്. കൊയ്ത്തും നടക്കുന്നുണ്ട്, മറുവശത്ത് പുതിയ ഞാറും നടന്നുണ്ട്. നോക്കൂ, once again, it will be the planting season where in Kerala. When I get there, where is he now? He is in North India. He is starting from there, or he is in the train and moving towards Kerala. And my father, what is the reference given here? His handloom dhoti, കൈത്തറി കൊണ്ടുണ്ടാക്കിയ ഒരു മുണ്ട്, stained, discolored, ചളി പിടിച്ചത്, കറ പിടിച്ചത്, വിത്ത് യെല്ലോ മഡ്. ആ വയലിലെ ചളി പുരണ്ട ആ ഒറ്റമുണ്ട്. എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വാരങ്കൽ കനാൽ. അദ്ദേഹം ചിന്താകുഴഞ്ഞാൽ, ദൈവമേ, വാരങ്കൽ കനാലിലെ വെള്ളം അത് കിട്ടില്ലേ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ, അതിവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ പാഴായിപ്പോകും.
ഈ കൃഷി നടത്താൻ കഴിയില്ല. നോക്കൂ, അതാണ് വാറങ്കൽ കനാൽ. വിൽ ഗ്രീറ്റ് മീ ഫ്രം ദി ഫീൽഡ്സ് ബിലോ അവർ ഹൗസ് ആൻഡ് വെൻ ഐ റീച്ച് ദർ, ഞാൻ അവിടെ എത്തിയാൽ, വെൻ ഐ റീച്ച് മൈ വില്ലേജ്, എൻ്റെ ഗ്രാമത്തിലെത്തിയാൽ, ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, എൻ്റെ വീടിന് മുന്നിലെത്തിയാൽ, ദർ ഈസ് വൈഡ് സ്പ്രെഡ് പേഡി ഫീൽഡ്സ്, വിശാലമായി കിടക്കുന്ന നെൽവയലാണ്. അവിടെ പ്ലാന്റിങ് ഈസ് ഗോയിങ് ഓൺ, ഞാറ് നടൽ തകൃതിയായി നടക്കുകയാണ്. ആൻഡ് വാറങ്കൽ കനാൽ വാട്ടർ ഈസ് ദർ, അവിടെ കനാൽ വെള്ളം കിട്ടുന്നുണ്ട്. ആ വെള്ളത്തിലാണ് ഈ കൃഷി നടന്നത്. ഫാദർ ഈസ് ദർ, അച്ഛൻ അവിടെയുണ്ട്. ആൻഡ് വെയറിങ് എ സിംഗിൾ ഹാൻഡ്ലൂം ധോത്തി, ഒറ്റ കൈത്തറി മുണ്ടുമുടുത്തുകൊണ്ട്. യെസ്, സെക്കൻഡ് സ്റ്റാൻസ. It will be the planting season when I get there. When I get there. And where is he now? ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? ഇൻ ഡൽഹി, ഡൂയിങ് റിസർച്ചിങ് വർക്ക്. അദ്ദേഹം അവിടെ ഗവേഷണം നടത്തുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓവർ, അത് കഴിഞ്ഞു. ആൻഡ് ഹീ ഈസ് അവാർഡഡ് ഡോക്ടറൽ ഡിഗ്രി, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടി. ആൻഡ് എവരിബഡി പ്രൈസ് ഹിം, എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി. മേ ബി റാങ്ക് ഹോൾഡർ ആയിരിക്കാം. And he says, it will be the planting season when I get there. ഞാൻ എൻ്റെ നാട്ടിലെത്തുമ്പോൾ, എൻ്റെ ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ ഞാറുനടൽ കാലമായിരിക്കും, പ്ലാന്റിങ് സീസൺ ആയിരിക്കും. മേ ബി കന്നി ഓർ തുലാം, ദ കേരളൈറ്റ് മന്ത്സ്, ഞാറ് നടുന്ന കാലമായിരിക്കും. It will be the planting season when I get there, and my father, his handloom dhoti stained with yellow mud. And what would do his father? എന്താണ് അച്ഛനെ പറ്റി പറഞ്ഞത്? എ ഫാമർ, എ പുവർ ലവബിൾ മാൻ ഓഫ് വില്ലേജ്, എ വില്ലേജർ, ഒരു ഗ്രാമവാസി. വെയറിങ് എ സിംഗിൾ ധോത്തി, ഒറ്റ മുണ്ടുടുത്തുകൊണ്ട്. സ്റ്റെയിൻഡ്, മഡ് സ്റ്റെയിൻഡ് ക്ലോത്ത്, ചളിവരണ്ട ഒറ്റ മുണ്ടുടുത്തുകൊണ്ട്. വെയറിങ് ഇറ്റ്, ഹി മേ ബി ഇൻ ദ ഫീൽഡ്. ഇനി എന്താണ് ചിന്ത? ആൻഡ് മൈ ഫാദർ, ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ്, ഡിസ്കളേർഡ്, സ്റ്റെയിൻഡ് മീൻസ് ഡിസ്കളേർഡ്, വിത്ത് യെല്ലോ മഡ്, ആ ചളി പുരണ്ട് നിറം മങ്ങിയ ഒറ്റമുണ്ടുടുത്തുകൊണ്ട്. എക്സൈറ്റഡ് അബൌട്ട് ദി വാട്ടേഴ്സ് ഓഫ് ദ വാറങ്കൽ കനാൽ. ദൈവമേ, വാറങ്കൽ കനാലിലെ വെള്ളം കൂടി വന്നാൽ എൻ്റെ കൃഷി എന്താവും? എൻ്റെ ഈ ഞാറ് എന്തായി മാറും? ഹീ ഈസ് എഫ്രെയ്ഡ് ഓഫ് ഇറ്റ്, അതിനെ ഭയക്കാണ്. ആ ഒഴുകി വരുന്ന വെള്ളത്തിനെ, ആ വെള്ളപ്പാച്ചിലിനെ ഭയന്നുകൊണ്ട്. എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വാറങ്കൽ കനാൽ. will greet me, he will greet me, my father will greet me. ഒറ്റമുണ്ടെടുത്ത് വായിൽ ഞാറുനടലിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ അച്ഛൻ അവിടെ എന്നെ സ്വീകരിക്കും. will greet me from the fields below our house. And a village house, ഗ്രാമത്തിലൊരു വീട്. in front of it wide spread paddy field, മുന്നിൽ വിശാലമായ നെൽവയൽ. അവിടെ there his father, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, wearing a single ധോത്തി, ഒറ്റ മുണ്ടെടുത്തുകൊണ്ട്. മഡ് സ്റ്റെയിൻഡ്, ഡിസ്കളേർഡ് സിംഗിൾ ധോത്തി, ചളി പുരണ്ട് നിറം മങ്ങിയ ഒറ്റ മുണ്ടെടുത്തുകൊണ്ട്. മൈ ഫാദർ മേ ബി ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ഫാം വർക്കേഴ്സ്, വയലിലെ തൊഴിലാളികൾക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നുണ്ടാകും. will greet me from the fields below our house. Amidst, in the middle of, amidst means in the middle of the shouts of plowing with several oxen. And there is, ഞാറ് നടുമ്പോൾ അതിന് മുന്നിൽ കണ്ടം ഒരുക്കും. എങ്ങനെയാണ്? ആ വയലിന് പറയുന്ന ഒരു പ്രാദേശിക പേരാണ് കണ്ടം, കഷ്ണിക്കപ്പെട്ടത്, വരമ്പ്, അതിനെ വേർതിരിക്കുന്ന ഭാഗങ്ങൾ. ആ വരമ്പ് ഉയർത്തിയിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിർത്തിയിട്ട് ആ കണ്ടത്തിലാണ്, ആ വയലിലാണ്
പ്ലാന്റിങ് നടുന്നത്, അതായത് ഈ സാപ്ലിങ്സ് തൈകൾ നടുന്നത്. ഇറ്റ് ഈസ് ദ സീസൺ. അവിടെ എൻ്റെ അച്ഛൻ എമംഗ് ദി വർക്കേഴ്സ് ആരൊക്കെ ഉണ്ട് അവിടെ? ദാറ്റ് ഓക്സൻ, ആ കാളകൾ മൂരി അത് ഒഴുകുന്നുണ്ട് അവിടെ. ആൻഡ് ദെയർ ഷൗട്ട്സ്, മൂരിക്കാരൻ്റെ ആ ശബ്ദം കേൾക്കാം, അതിനോട് ഒച്ച വയ്ക്കുന്നത് കേൾക്കാം, ആ ഒച്ചവിളികൾക്കിടയിലൂടെ. ആൻഡ് ദ ത്രോയിങ് ഓഫ് ദ സാപ്ലിങ്സ്, അങ്ങനെ ഞാറിൻ്റെ കറ്റകളിങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ശബ്ദമുണ്ടാകാം. ആൻഡ് ദ ലേഡീസ് ലൈൻഡ്, സ്ത്രീകൾ നിരനിരയായി നിന്ന്, ആൻഡ് ബെൻഡിങ്, കുനിഞ്ഞു നിന്നുകൊണ്ട്, പ്ലാന്റിങ് ആൻഡ് പ്ലാന്റിങ് ആൻഡ് പ്ലാന്റിങ്, ഞാറ് നടുന്ന ആ സംഖ്യ. ദാറ്റ് ഹി റിമെമ്പേഴ്സ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ. വണ്ടിയിലിരുന്നു കൊണ്ട് ആ കാഴ്ചയാണ് ആ ചെറുപ്പക്കാരൻ മനസ്സിൽ കാണുന്നത്. ദ നൊസ്റ്റാൾജിയാക്ക്, പണ്ട് കുട്ടിക്കാലത്ത് അതിനിടയിലൂടെ ഓടി നടന്ന ആ ദിവസങ്ങൾ. ലാസ്റ്റ് എല്ലാം പോയി. അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. യെസ്, ഹി ഈസ് മൂവിങ് ടുവേർഡ്സ് കേരള. അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. ദ സ്വീറ്റ് ടേസ്റ്റ് ഓഫ് ദാറ്റ് അത്തിക്കര റൈസ്. അത്തിക്കര റൈസ്, അത്തിക്കര നെല്ല്, പുഞ്ചപ്പാടത്ത് വിളയുന്ന ആ നെല്ല്, അതിൻ്റെ അരി കഴിക്കാനുള്ള ആ തൃഷ്ണയോടുകൂടി ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരികയാണ്. യെസ്, നെക്സ്റ്റ് സ്റ്റാൻസ. ദ ഓക്സൻ വിൽ സ്റ്റോപ്പ് വെൻ ദേ സീ മീ. അവരെന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ജോലി നിർത്തും. ആ കാളകൾ അവയുടെ നടത്തം നിർത്തും. എന്നിട്ട് വാക്കിംഗ് വിത്ത് മൈ സൂട്ട് കേസ്, ഐ വാക്ക് വിത്ത് മൈ സൂട്ട് കേസ്, എ ജെന്റിൽമാൻ കമ്മിങ് ഫ്രം നോർത്ത് ഇന്ത്യ, ദാറ്റ് ഈസ് ഫ്രം ദി സിറ്റി ഓഫ് ഡൽഹി. ഡൽഹിയിൽ നിന്നും സൂട്ട് കേസും പിടിച്ച് ഷർട്ടും പാൻസും ഒക്കെ ധരിച്ച് വരുന്ന എന്നെ കാണുമ്പോൾ എവരിബഡി വിൽ വാച്ച്. ദേ വിൽ സ്റ്റോപ്പ് ദെയർ വർക്ക്. അവർ അവരുടെ പണി നിർത്തി തീർച്ചയായിട്ടും അത്ഭുതത്തോടെ എന്നെ നോക്കും. ദ ഓക്സൻ വിൽ സ്റ്റോപ്പ് വെൻ ദേ സീ മീ വാക്കിംഗ് വിത്ത് മൈ സൂട്ട് കേസ്. ആൻഡ് മൈ ഫാദർ, അച്ഛൻ എന്നെ കണ്ടാൽ വിതൗട്ട് സ്മൈലിംഗ്, ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ്. ചുണ്ടിൽ പൊട്ടിവിടരുന്ന പുഞ്ചിരി അമർത്തിപ്പിടിച്ചുകൊണ്ട് ചിരിക്കണം. പക്ഷേ എന്നിട്ടും ഗൗരവം ഭാവിച്ചുകൊണ്ട് ചിരി അവിടെ തന്നെ അമർത്തി വെച്ചുകൊണ്ട് അച്ഛൻ എന്നെ നോക്കും. എന്നിട്ട് ചോദിക്കും, വിൽ കോൾ ഫ്രം ദ ഫീൽഡ്. അച്ഛൻ വയലിൽ നിന്നും വരമ്പത്തേക്ക് കയറാതെ എന്നോട് വിളിച്ചു വയ്ക്കും. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദർ? നീ എപ്പോഴാണ് പുറപ്പെട്ടത്? നീ എപ്പോഴാണ് അവിടുന്ന് പുറപ്പെട്ടത്? എ വീക്ക് അഗോ. അന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നൊക്കെ എത്താൻ, ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്താൻ ആഴ്ചയെടുക്കും. എ വീക്ക് അഗോ, ഡേയ്സ് അഗോ, ഹി വിൽ അഡ്രസ് മീ. അദ്ദേഹം എന്നോട് പറയും. സോ ഹി ഈസ് സ്റ്റിൽ ഇൻ ദ ട്രെയിൻ. എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. ഒരുപക്ഷെ വണ്ടി പുറപ്പെടുന്നേ ഉള്ളൂ. And these are the dreams, these are his calculations, his guessing. അദ്ദേഹത്തിൻ്റെ ഊഹമാണ്, അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ്, അദ്ദേഹത്തിൻ്റെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ആൻഡ് ഇൻ ദ ഫീൽഡ് മൈ ഫാദർ വിൽ ബി ദർ. അദ്ദേഹത്തിൻ്റെ രൂപം നമ്മൾ കണ്ടു. നെക്സ്റ്റ് സ്റ്റാൻസ. മൈ ലിറ്റിൽ ബ്രദർ. അവിടെ എത്തും എൻ്റെ സഹോദരൻ. അപ്പോഴവിടെ ഉണ്ടാകും എൻ്റെ സഹോദരൻ. നോക്കൂ, ക്യാരിങ് ദി ടെൻഡർ സാപ്ലിങ്സ്. അവൻ ഇരുകൈകളിലും ഞാറിൻ്റെ പിടി എടുത്തുകൊണ്ട് വയറമ്പത്തുകൂടെ നടക്കുന്നുണ്ടാവും. ആൻഡ് ഹാൻഡിങ് ഓവർ ടു ദി വർക്കേഴ്സ്. അവർക്ക് ആ ഞാറ്റിൻ്റെ പിടി എറിഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കണ്ടോ, ടെൻഡർ സാപ്ലിങ്, ടെൻഡർ സാപ്ലിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിറ്റിൽ പ്ലാന്റ്സ് ഓഫ് പാഡി. അതാണ് മാഷ് പറഞ്ഞത്, ഞാറ് എന്ന് പറയുന്ന ആ പേര്. ആ ഞാറ്റു കറ്റകളുമായിട്ട്, ഞാറ്റുപിടികളുമായിട്ട്, സാപ്ലിങ്സുമായിട്ട്, യു നോ ദ വേർഡ് ടെൻഡർ. ടെൻഡർ കോക്കനറ്റ്, ഇളനീർ. ടെൻഡർ മാംഗോ, കണ്ണിമാങ്ങ, ചെറുത്, പ്രായമാകാത്തത്, ഇളയത്. സാപ്ലിങ്, തൈ, തൈക്കാണ് പറയുന്നത്.
തൈ, അതാണ് സാപ്ലിംഗ്. അപ്പോൾ ആ ഞാറുമായിട്ട് എൻ്റെ അനിയൻ അവിടെ ഉണ്ടാകും. ടെൻഡർ സാപ്ലിങ്സ് ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് വേർ ദി പ്ലോയിങ് ഈസ് ഡൺ. വേർ ദ പ്ലോയിങ് ഈസ് ഡൺ. ആ ചളിയിൽ ഉഴുവ് നടക്കുകയാണ്. ആൻഡ് ദ ഫീൽഡ് ഈസ് ഓൾറെഡി ഗോയിങ് ടു ബി പ്രിപ്പയർഡ്. അത് കൊയ്ത്ത് കഴിഞ്ഞ ആ പാടം വീണ്ടും ഉഴുതു മറച്ചിട്ട് അത് നിരപ്പാക്കി പടന്നുകൊണ്ട് കൊത്തി നിരപ്പാക്കി ആ നിരപ്പിലേക്കാണ് വെള്ളത്തിൽ ഈ ഞാറ് നടുന്നത്. അതാണ് അവിടുത്തെ കാഴ്ച. ആ കാഴ്ചയാണ് അവൻ മനസ്സിൽ കാണുന്നത്. ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് വേർ ദി പ്ലോയിങ് ഈസ് ഡൺ will run when he sees me and call out loud. My father will be there. And the planting may be going on. And the plowing is also going on. അവിടെ ഞാറ് നടുന്നുണ്ട്, ഉഴവ് നടക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടാകും, എൻ്റെ അനിയനവിടെ ഉണ്ടാകും. അച്ഛൻ ഒറ്റമുണ്ടെടുത്തിട്ടുണ്ടാകും, അനിയൻ്റെ കയ്യിൽ ഞാറ്റുകെട്ടുണ്ടാകും. ബട്ട് വെൻ ഹി സീസ് മീ, പക്ഷെ അവൻ എന്നെ കാണുമ്പോൾ ഹി ഈസ് വെരി ഹാപ്പി ടു സീ മീ. എന്നെ കാണുമ്പോൾ അവന് വലിയ സന്തോഷമാവും. ഒച്ചത്തിൽ അവൻ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയും നോക്കാം. വിതൗട്ട് എ ഷോട്ട് ഓഫ് ദ ഹൗസ്. ആയത് ആ ചെവി അടയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു, മദർ ബ്രദർ ഹസ് അറൈവ്ഡ്. അമ്മേ, ഏട്ടൻ വന്നു. ഇറ്റ്സ് ഹിസ് വോയിസ്, ഹിസ് ഷൗട്ടിംഗ് വോയിസ്. ഹി ഈസ് ഇൻഫോമിംഗ് ദ മാറ്റർ ടു ഹിസ് മദർ. അമ്മയെ ഈ വിവരം അറിയിക്കും. സോ ഓൾ ദീസ് തോട്ട്സ്, ദി നൊസ്റ്റാൾജിയ, he lost that chance. അവൻ ആ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു യുവാവിന്. ആൻഡ് ഹീ ഈസ് ഓൾറെഡി ഗ്രോൺ അപ്പ്. അവൻ മുതിർന്നു കഴിഞ്ഞ്. ഹീ ഈസ് ഡൂയിങ് ഹിസ് റിസർച്ച് വർക്ക് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ബി സയൻറ്റിസ്റ്റ്. അവൻ ഒന്നിക്ക് ശാസ്ത്രജ്ഞനാകാൻ പോവുകയാണ്. പക്ഷെ അനിയൻ ഇപ്പോഴും അതേ പാടവരമ്പത്ത് അതേ സ്ഥലത്ത് ഉണ്ടാകുമോ അറിയില്ല. ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് അവൻ കരുതുന്നത്. അതിനർത്ഥം ഇതൊക്കെ ഉണ്ട് എന്നല്ല. The reality is something different. അതാണ് the twist of the poem. He dreams all these things. അവൻ സ്വപ്നം കാണുന്ന ഇത്രയൊക്കെ കാര്യങ്ങളാണ്. when he reaches കേരള, വർഷങ്ങളായിട്ട് പോയിട്ട് ഒന്നുകിൽ ഡിഗ്രിക്ക് പോയതായിരിക്കും, അല്ലെങ്കിൽ PGയുടെ സമയത്ത് പോയതായിരിക്കും, അല്ലെങ്കിൽ റിസർച്ചിന് എന്നാലും 6-7 വർഷങ്ങൾക്ക് മുൻപേ പോയതായിരിക്കും. നൗ ഹി റിട്ടേൺസ്. ഇപ്പോഴവൻ തിരിച്ചു വരികയാണ്. ആൻഡ് ഹി തിങ്സ് ദാറ്റ്, അവൻ കരുതുന്നു, മൈ വില്ലേജ് മേ ബി സെയിം ആസ് വെൻ ഐ ലെഫ്റ്റ് ഹിയർ. ഞാൻ അവിടം വിട്ടു പോരുന്ന അതേപോലെ തന്നെ എൻ്റെ ഗ്രാമം ഉണ്ടാകുമെന്ന് അവൻ മനസ്സിൽ കാണുന്നു. ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. Yes. Next stanza. Walking cautiously along the dike. നോക്കൂ, അവിടെ എത്തിയാൽ ശ്രദ്ധാപൂർവം, കോഷ്യസ്ലി, കോഷൻ മുൻകരുതലാണ്, പ്രീകോഷൻ. കോഷ്യസ്ലി, വിത്ത് കോഷൻ. കോഷ്യസ്ലി മീൻസ് വിത്ത് കോഷൻ. അങ്ങനെ വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക്. ഡൈക്ക് റെഫർ ചെയ്യാൻ അല്പം ഒരു വിഷമാണ്. ഡൈക്ക് എന്ന് പറഞ്ഞാൽ വയൽ വരമ്പ്, പാടത്തിൽ നടക്കാനായിട്ട്, വെള്ളത്തിൻ്റെ ഒഴുക്ക് കെട്ടി നിർത്താനായിട്ട്, തടഞ്ഞു നിർത്താനായിട്ട്, ഇരുവശത്തു നിന്നും ചളി കോരിയിട്ട് ഉയർത്തിക്കെട്ടിയ ദ ഹൈലി മെയ്ഡ് വാക്കിംഗ് പ്ലേസ് യൂസിങ് മഡ്. ഇരുവശത്തുനിന്നും മണ്ണ് ചളി കൂട്ടും. ആ ചളി ഉണങ്ങിയിട്ട് അതിൻ്റെ മുകളിലൂടെ ആ വരമ്പത്ത് കൂടെ നടക്കണമെങ്കിൽ ആസ് ഇഫ് ഡാൻസിങ്, നൃത്തം പഠിച്ച മാതിരി, അല്ലെങ്കിൽ അത്ര കോഷ്യസ് ആയിട്ട് നടക്കാൻ വെള്ളം സ്ലിപ്പ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചളിവരമ്പിലൂടെയുള്ള നടത്തമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യെസ്, വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദി ഡൈക്ക് സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദി ബാസ്ക്കറ്റ്സ് ഫുൾ ഓഫ് സീഡ്. മാത്രമല്ല അവിടെയൊക്കെ ഞാറ് നടാനുള്ള, ഞാറാക്കാനുള്ള വിത്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു വശത്ത് ഞാറ് വെക്കുന്നുണ്ട്, മറുവശത്ത് പാടത്തിൽ ചെറിയ ഇടങ്ങളിലായിട്ട് വിത്ത് അങ്ങനെ ഞാറാക്കാൻ വേണ്ടി നടുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട്. അവയും കാണും, അവയൊന്നും തട്ടി നിലത്തിട്ടുകൂടാ. ആൻഡ് അങ്ങനെ നടന്നിട്ട് ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം. ഞാൻ യഥാസമയം വീട്ടിലെത്തും. അറ്റ് ലാസ്റ്റ് just as my mother drains the well cooked rice. അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോൾ perhaps my mother may be draining the boiled rice. എൻ്റെ അമ്മ ഇപ്പോൾ
ചോറ് വാർക്കുന്നുണ്ടാകും, വെള്ളം ഊറ്റുന്നുണ്ടാകും. നോക്കൂ, just as my mother drains the well cooked rice, train. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഇതൊക്കെ ഓർക്കുകയാണെന്ന്. അദ്ദേഹം എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആക്ച്വലി ഹീ ഈസ് ഡ്രീമിങ് ഇറ്റ്. അദ്ദേഹം മനസ്സിൽ കാണാണ്. ആൻഡ് ഓൾ ദീസ് ആർ ദി ഡിസയേഴ്സ്, ആഗ്രഹങ്ങളാണ്, വിഷസ്, കൊതിയാണ്, ഹോപ്പ് ഇൻ ദ മൈൻഡ്, ദാറ്റ് മേ ബി ദ ഡ്രീംസ്, സ്വപ്നങ്ങളാണത്രയും. ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഓർക്കുകയാണ്, അല്ലെങ്കിൽ കരുതാണ്. ട്രെയിൻ, അല്ലയോ വണ്ടി, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, നിനക്ക് അല്പം വേഗത്തിൽ ഓടിക്കൂടെ. ലെറ്റ് മീ ഗോ ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് ടു മൈ ഫിൽ, എനിക്കൊന്ന് വീട്ടിലെത്തിയിട്ട് വേണം, വേഗം വീട്ടിലെത്തിയിട്ട് വേണം വയറ് നിറച്ചും അതികര അരിയുടെ ചോറുണ്ണാൻ. ഹിസ് ഹോപ്പ്, ഹിസ് ഡിസയർ. നോക്കൂ, അടുത്ത സ്റ്റെൻസ അടുത്ത ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഈ പോയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം